പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷം അത്യന്തം ഭീതിജനകമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ലോകസമാധാനത്തിനായി വിശ്വാസികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ആഹ്വാനം ചെയ്തു. യുദ്ധം ആർക്കും ഗുണകരമല്ലെന്നും അത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് അവശേഷിപ്പിക്കുകയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണെന്ന് ബാവ വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തന്റെ ആശങ്കകൾ പങ്കുവച്ചത്. യുദ്ധക്കളങ്ങളിൽ ആയുധ വ്യാപാരികൾ ലാഭം കൊയ്യുമ്പോൾ പാവപ്പെട്ട സാധാരണ മനുഷ്യർ ഹൃദയവേദനയോടെയും ഭയത്തോടെയുമാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് അദ്ദേഹം കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഓരോ ഭൂപവർഷവും തകർക്കുന്നത് ഒരു ജനതയുടെ സ്വപ്നങ്ങളെയാണ്. ആയുധങ്ങൾ ഒരിക്കലും ശാശ്വത പരിഹാരമല്ല. വിവേകത്തിന് പകരം ആയുധങ്ങൾ സംസാരിക്കുന്നത് മാനവികതയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നും ബാവ അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യയിലെ നിലവിലെ അശാന്തി ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കെന്ന പോലെ ഭാരതീയ സമൂഹത്തിനും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ പ്രദേശം ജീവനോപാധിയുടെ കേന്ദ്രമാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. പഠനത്തിനായും ജോലിക്കായും അവിടെ കഴിയുന്ന പ്രവാസികളുടെയും അവരുടെ നാട്ടിലെ കുടുംബങ്ങളുടെയും അവസ്ഥ അതീവ ദയനീയമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ സഹോദരങ്ങളായ പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ ഭാരതീയനും കടമയുണ്ട്. സുരക്ഷിതമല്ലാത്ത ഈ സാഹചര്യത്തിൽ അവർക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് നാം ആഗ്രഹിക്കണം. രാജ്യങ്ങളുടെ അതിർത്തികൾക്കോ മതങ്ങളുടെ വേലികെട്ടുകൾക്കോ മനുഷ്യന്റെ വേദനയോ തടയാനാകില്ല. വേദനിക്കുന്ന മനുഷ്യനൊപ്പം നിൽക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഭരണാധികാരികൾ യുദ്ധക്കൊതി ഉപേക്ഷിക്കണം. തങ്ങളുടെ തീരുമാനങ്ങൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നതെന്ന് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണമെന്ന് പരിശുദ്ധ ബാവ ആവശ്യപ്പെട്ടു. യുദ്ധം എന്ന വിപത്തിനെ നേരിടാൻ വിവേകപൂർണമായ തീരുമാനങ്ങളാണ് വേണ്ടത്. പകയ്ക്കും വിദ്വേഷത്തിനും മുകളിൽ സമാധാനത്തിന് സംഭാഷണങ്ങൾ ഉണ്ടാകാൻ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. മതങ്ങൾ വിഭജനത്തിനുള്ളതല്ല, മറിച്ച് മുറിവുകൾ ഉണക്കാനുള്ളതാണ്. പശ്ചിമേഷ്യയിലെ തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും വരും ദിവസങ്ങളിൽ ലോകസമാധാനത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും ബാവ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ വേണം. സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. സമാധാനം കാംക്ഷിക്കുന്ന ഒരു ജനതയ്ക്കൊപ്പം നിൽക്കാൻ സഭ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാനാണ് പ്രവാസികൾക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശം. കേന്ദ്ര സർക്കാർ പ്രവാസികളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന നീക്കങ്ങൾക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികൾ ഈ ഘട്ടത്തിൽ ഒന്നിക്കണം. ആയുധങ്ങളുടെ മുഴക്കത്തേക്കാൾ പ്രാർത്ഥനയുടെ ശാന്തതയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് ബാവ പ്രത്യാശ പ്രകടിപ്പിച്ചു. യുദ്ധം മൂലം ഉച്ചവരെ നഷ്ടപ്പെട്ടവർക്കും വീടുകൾ തകർക്കപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഓർമ്മിക്കണം. പലായനം ചെയ്യുന്ന മനുഷ്യരുടെ വേദന നാം ഗൗരവത്തോടെ കാണണം. സമാധാനമില്ലാത്ത ലോകം വരും തലമുറയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഉദയം കൊള്ളട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഓരോ രാജ്യവും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കൊപ്പം ലോക സമാധാനത്തിനായും നിലകൊള്ളണം. സങ്കുചിത താല്പര്യങ്ങൾ വെടിഞ്ഞ മാനവികതയ്ക്ക് മുൻഗണന നൽകാൻ ഭരണാധികാരികൾ തയ്യാറാകണം. യുദ്ധമില്ലാതാക്കുന്ന ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന ആഹ്വാനത്തോടെയാണ് ബാബ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. ഈ സന്ദേശം ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്.